ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് കോളിഫ്ലവർ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ ഇതാ കോളിഫ്ലവർ വൃത്തിയിൽ കഴുകി ചൂടുവെള്ളത്തിലിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിരിക്കുകയാണ്. പൊട്ടേറ്റവും തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാനിൽ ഇതാ 2 വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, നാളികേരം, കുറച്ച് കുരുമുളക്, ഒരു 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ കോക്കനട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്യുകയാണ്. വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം, പൊടികളുടെ പച്ച മണമൊക്കെ പോകുന്നത് വരെ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മസാല അരച്ചെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ചു, അതിലേക്ക് ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ കോളിഫ്ലവറിൻ്റെ ഒരു പച്ച മണം പോകാൻ വേണ്ടിയിട്ടാണ്. 2 പൊട്ടേറ്റോ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അടച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കഷ്ണം ഇതപ്പോൾ ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ തുവരക്കൊട്ടയുടെ മണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പീസ് വേണമെങ്കിൽ പീസും ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്ത ശേഷം വീണ്ടും ഇതാ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാളികേരം തണുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ അരച്ച നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പൊട്ടറ്റോ ചേർത്തത് കൊണ്ട് കറി നന്നായിട്ടൊന്ന് കൊഴുത്ത് വരികയും ചെയ്യും. ഇപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി താളിപ്പും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് നമ്മുടെ കോളിഫ്ലവർ കറി, പയറുപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഉച്ചയൂണിന് ഇതാ ഞങ്ങളുടെ കോളിഫ്ലവർ മസാലക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പയർ മെഴുക്കുവരട്ടിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.